ഹായ് ഡിയേഴ്സ്, പറുദീസയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചുമ, തൊണ്ടവേദന, ജലദോഷം, മൂക്കൊലിപ്പ്, അതേപോലെ കഫക്കെട്ട് ഇതിനെല്ലാം പറ്റിയ നല്ലൊരു മരുന്നുമായിട്ടാണ്. ഈ മഴക്കാലത്ത് വീട്ടിലെല്ലാവർക്കും ചുമ, ജലദോഷം, കഫക്കെട്ടൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ മരുന്ന് വലിയവർക്കും അതേപോലെ തന്നെ കുട്ടികൾക്കും കഴിക്കാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കാതിരിക്കുക. ഡോക്ടറുടെ അടുത്ത് തന്നെ കൊണ്ടുപോയി കാണിക്കുക. ഇതിപ്പം നമ്മൾ ഉള്ളി കൊണ്ട് ചെയ്യുന്ന നല്ലൊരു മരുന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത്, ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ, ഞാൻ ചെറുതായിരുന്നപ്പോഴൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും ഈ ചുമ, കഫക്കെട്ടൊക്കെ ഭയങ്കരമാണെന്നല്ലോ. അന്നേരം ഞങ്ങൾക്ക് മമ്മി ചെയ്യുന്ന ഒരു മരുന്നായിരുന്നു ഇത്. ഇപ്പോൾ ഒന്നും സാധാരണ ആരും ചെയ്യുന്നത് ഞാനിങ്ങനെ കാണാറില്ല. ഇതേപോലെ ഒരു ഉള്ളി എടുത്തിട്ട് ആ ഉള്ളിയുടെ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ കറുത്ത കളറിൻ്റെ ബെല്ലം ഉണ്ടല്ലോ, കുറച്ച് ബെല്ലം അതിലേക്ക് അങ്ങ് വെക്കും. സാധാരണ കറുത്ത കളറിൻ്റെ ബെല്ലമാണ് തരാറ്, വെളുത്ത കളറിൻ്റെ ബെല്ലമല്ല കേട്ടോ. ഈ കറുത്ത കളറിൻ്റെ ബെല്ലം എടുക്കണം, അതാണ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഈ ഉള്ളിക്കകത്തേക്ക് ഇച്ചിരി ബെല്ലം അങ്ങ് വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് അങ്ങ് ഫോൾഡ് ചെയ്തിട്ട് വായിലേക്ക് അങ്ങ് വെച്ച് തരും. അല്ലെങ്കിൽ കയ്യിലേക്ക് വന്നിട്ട് ഇത് കടിച്ച് ചവച്ച് നല്ലപോലെ കടിച്ച് ചവച്ചങ്ങ് തിന്നോ, ചുമ പെട്ടെന്ന് നിൽക്കുമെന്ന് പറയും. അതേപോലെ തന്നെ ഇത് നല്ലൊരു എഫക്റ്റീവായിട്ട് നല്ലൊരു മരുന്നായിട്ട് ഇതേപോലെ നമ്മൾ നന്നായിട്ട് കടിച്ച് ചവച്ച് അതങ്ങ് തിന്നുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് വരെ. എത്ര വലിയ ചുമയാണെങ്കിലും ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ചുമ നിൽക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്, ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഒരു നേപ്പാളി സെക്യൂരിറ്റി അങ്കിളുണ്ട്. അപ്പോൾ ആ അങ്കിൾ പറഞ്ഞു തന്നൊരു മരുന്നാണ്. പിള്ളേർക്ക് തൊണ്ടവേദന, ചുമ, ജലദോഷം എല്ലാത്തിനും പറ്റിയൊരു മരുന്നാണിത്. ഇതേപോലെ ഒരു വലിയ ഉള്ളി എടുക്കുക. ഈ ഉള്ളി എടുത്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണേ. ആദ്യം തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത ഈ ഉള്ളിനെ ഒരു 3-4 പീസാക്കി ഒരു മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് ഇതേപോലെ മുറിച്ചങ്ങ് ഇടണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ഗ്രാമ്പുവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുകൊണ്ടോ, ഇതേപോലത്തെ 2 ഗ്രാമ്പു ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കാണിക്കാം. 2 ഗ്രാമ്പു മതി, അധികം വേണ്ട. ഇത് ഒരെണ്ണകത്തേക്ക് വീണു, ഞാൻ എടുത്ത് കാണിക്കാം. ഇതേപോലെ 2 ഗ്രാമ്പു, ഒരു വലിയ ഉള്ളിയും ഒരു 2 ഗ്രാമ്പും ഇതിലേക്ക് ഇട്ടിട്ട് ഈ മിക്സിയുടെ ജാർ അടച്ചിട്ട് ഇതിനെ നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുകൊണ്ടോ, വെള്ളമൊന്നും ഒഴിക്കാതെ ഞാൻ മിക്സിക്കകത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിനി എന്നാ ചെയ്യണം, ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഗ്രാമ്പും ഒക്കെ നന്നായിട്ട് അരഞ്ഞ് ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു ബൗളോ ഒരു ഗ്ലാസ്സോ എടുത്തിട്ട് നമ്മളിതിനെ നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു അരിപ്പയാണ് എടുത്തേക്കുന്നത്. അരിപ്പ എടുത്തിട്ട് ഈ അരച്ച് വെച്ചേക്കുന്ന ഗ്രാമ്പും ഉള്ളിയും കൂടെ ഇതേപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് അരിച്ചെടുക്കാവേ. ഇല്ലെങ്കിൽ ഒരു തുണിക്കകത്ത്, ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള തുണിക്കകത്ത് ഒഴിച്ചാണെങ്കിലും നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്തൊന്ന് ഇതിനെ അരിച്ചെടുക്കാം. ഇത് നല്ലൊരു മരുന്നാട്ടോ. ഞാനിത് ട്രൈ ചെയ്തു, 100% റിസൾട്ടാണ്. കഫം ഉണ്ടല്ലോ, എത്ര കഫം ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ ചുമയ്ക്കുമ്പോൾ നന്നായിട്ട് കഫം പറഞ്ഞു പോകും ഇതേപോലെ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ. ഞാനിത് ട്രൈ ചെയ്തിട്ട് എൻ്റെ പിള്ളേർക്ക് 2 ദിവസം കൊണ്ട് ചുമ, ജലദോഷം, തൊണ്ടവേദന എല്ലാം പോയി. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് അങ്ങ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് നമ്മളിനി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് ഇങ്ങനെ തന്നെ നമ്മൾ രാവിലെയും വൈകുന്നേരം 2 നേരം ഇത് കഴിച്ചാൽ മതി. കുട്ടികൾക്കും കഴിക്കാം, അതേപോലെ തന്നെ വലിയവർക്കും കഴിക്കാം. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് തോന്നുവാണെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി ഇതേപോലെ ഇനിയൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ ബൈ.